ദിലീപിനെ ഒരു കുറ്റവാളിയായിട്ട് തന്നെയല്ലേ കാണുന്നത് ശാരികയൊക്കെ? കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുറ്റാരോപിതൻ. കുറ്റാരോപിതനായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ അദ്ദേഹം മറ്റാരും അങ്ങനെ ആ ആരോപണത്തിലേക്ക് വന്നില്ലല്ലോ. എല്ലാവർക്കും ശത്രുക്കളില്ലേ? നിനക്കൊക്കെ എവിടുന്ന് കിട്ടി ഇവളെ? ഇതിന് നല്ല വ്ളോഗേഴ്സൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ. ഇവളൊക്കെ എന്തുവായി ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവക്കൊന്നും പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇയാളെന്നെ കൊന്നുകളെ, രാത്രിയിലങ്ങനെ ഞാൻ കിടന്നു കഴുത്തിരിച്ച് കൊല്ലുവോ, ഇയാൾ ഇനി എന്നെ ടൂറിനെന്ന പേരിൽ ഇയാൾ കൊക്കയിലിട്ടു. ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, മോളെ ഓഫീസിൽ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ അച്ഛന് കൂട്ടത്തിൽ ആരുണ്ട്? അമ്മയും മറ്റേ ആൻറ്റിയും ഉണ്ടാവാറുണ്ട്. പുള്ളി അച്ഛനും ആൻറ്റിയും കൂടെ ഭയങ്കര വർത്താനവും കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് കഴിപ്പൊക്കെയാണ്. ഞാൻ അവിടെ ഇരുന്ന് കളർ പെൻസിലുണ്ടോ എന്നിട്ട് വരയ്ക്കും. അവൾ കുഞ്ഞിനെ കൊണ്ടുപോലും അയാൾ അതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വിഷമിച്ചത്. ടി സി വാങ്ങിച്ചു, നീ ഭയങ്കര അഭിനയമായിരുന്നു ടി സി. ഞാൻ പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഭാഷ. അയാൾ ഇനി കാണും എന്നെ എൻ്റെ കുഞ്ഞിനെ. അയാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരങ്ങളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അയാൾ ദൂരെ നിന്ന് അയാളുടെ ഹൃദയം പൊട്ടുമാറി അയാൾ വിളിച്ചാൽ പോലും കേൾക്കാത്ത ദൂരത്തിലായിരിക്കും ഞാനും എൻ്റെ മോളും. ആ ടോപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് അയാളെ ഒന്ന് കാണണം. അന്ന് ഈ ലോകത്തോട് ഞാൻ വിളിച്ച് പറയും, എനിക്ക് നല്ല, ഞാൻ പറഞ്ഞു എടാ എനിക്ക് നടക്കാനാണെങ്കിൽ എന്താ, എൻ്റെ ഫീൽഡ് അങ്ങനെയാണ്, എനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം, അന്തസ്സായിട്ട് സൂപ്പറായിട്ട് നടക്കാം, എനിക്ക് നല്ല പൈസയും കിട്ടും സുഖവും കിട്ടും. ആ സുഖം ശാരിക്ക് വേണ്ട, എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ, ഒറ്റ തന്ത. അതാണ് നിലപാട്. ഒന്നാന്തര നിലപാട്. അല്ല, താൻ ആരാന്നത് എൻ്റെ വിചാരം? എന്ത് ചോദ്യങ്ങളും ചോദിക്കാനാണോ താൻ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? നാട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് താങ്കൾക്ക് എന്താ ഇത്ര ഈ തണ്ട് കാണിക്കാൻ താങ്കൾ ആരാന്നാ താങ്കൾ? അത് നിങ്ങളുടെ കോൺസെപ്റ്റ് അല്ലേ? ഞാനൊരു തണ്ടുകാരിയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. താങ്കൾ തണ്ടുകാരി. നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാ അന്തസ്സോടുകൂടി കാര്യങ്ങൾ ചോദിക്കുന്ന പെണ്ണുങ്ങളെ താനൊന്നും അംഗീകരിക്കത്തില്ല. ഈ താങ്കൾ എന്തിനും ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ മൊത്തം സപ്പോർട്ട് താങ്കൾക്ക് കിട്ടുന്ന കൊടുത്തിട്ടാണോ? എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ടോ? പറയാൻ എനിക്ക് പറയാൻ നിയമത്തിന്റെ വഴി എനിക്ക് അയാളോട് ഇനി സംസാരിക്കാൻ താല്പര്യമുള്ളൂ. പിന്നെ അയാൾ ഇനി കാണും എന്നെ എൻ്റെ കുഞ്ഞിനെ. അയാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരങ്ങളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അയാൾ ദൂരെ നിന്ന് അയാളുടെ ഹൃദയം പൊട്ടുമാറി അയാൾ വിളിച്ചാൽ പോലും കേൾക്കാത്ത ദൂരത്തിലായിരിക്കും ഞാനും എൻ്റെ മോളും എന്ന്. ആ ടോപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് അയാളെ ഒന്ന് കാണണം. അന്ന് ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, ഞാൻ ഈ ടോപ്പിലെത്താൻ എന്നെ ഏറ്റവും കൂടുതൽ ഹ്യൂമിലിയേറ്റ് ചെയ്ത ഒരേ ഒരു പുരുഷനാണ് എൻ്റെ ജീവിതത്തിൽ. അയാളുടെ വാശിക്കാണ് ഞാൻ എൻ്റെ ഈ വഴികൾ വെട്ടിത്തുറന്ന് ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും ടോപ്പിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാം. അന്ന് അയാൾക്ക് ഞാൻ VIP ടിക്കറ്റ് കൊടുക്കും എൻ്റെ ഔദാര്യത്തിൽ. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഇത്രയും ഉന്നതിയിൽ എത്തട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉന്നതിയിൽ എത്തുന്ന ആ സമയത്ത് എപ്പോഴും ഒരു കൈത്താങ്ങായിട്ട്, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എപ്പോഴും ഒരു കൈത്താങ്ങായിട്ട് നിന്ന ആ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തി അതൊരു വിങ്ങൽ തന്നെയല്ലേ എപ്പോഴും? അതായത് ഇതൊന്നും കാണാനും സംസാരിക്കാനും അതുപോലെ ഒരു സ്നേഹം നൽകാനും എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ കൂടെ ഇല്ല എന്ന് പറയുന്നത് അല്ലേ? ഇതൊന്ന് കാണാൻ എൻ്റെ ആണെങ്കിലും ഇപ്പോൾ ആരുടെ ആണെങ്കിലും ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഉയർന്ന് വലിയ എന്താ പറയുക ഉന്നതങ്ങളിൽ എത്തുമ്പോൾ പിന്നെ മാതാപിതാക്കൾ അത് കണ്ട് അവർ ആനന്ദിക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് കാണാൻ അച്ഛനില്ല എന്ന് പറയുന്ന ഒരു എന്റെ പപ്പ ഇല്ല. കാരണം ഇനി ഒരു 1000 ജന്മം ഉണ്ടെങ്കിൽ ആ പപ്പയുടെ എന്റെ പപ്പയുടെ മകളായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഞാൻ. ഇന്നും ഞങ്ങൾ ചേലാമറ്റത്താണ് പപ്പയ്ക്ക് ബലിയിടുന്നത്, എറണാകുളത്ത്. അവിടെ ഇന്നും പപ്പയ്ക്ക് വേണ്ടി ബലിയിടുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞു, എന്നാലും എൻ്റെ ഹൃദയം പിടയ്ക്കും. ആ പപ്പ ഇന്നും പല സന്ദർഭങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പല ഹ്യൂമിലിയേഷൻസ് കിട്ടും. 100%. പിന്നെ എന്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അച്ഛനും അമ്മയോ അല്ല വേറെ ആരും പകരം. നമ്മൾക്ക് ഈ ലോകത്ത് അവരില്ലെങ്കിൽ നമ്മൾ അനാഥരാണോ? അച്ഛനും അമ്മ ഇല്ലെങ്കിൽ നമ്മൾ അനാഥരാണ്. അച്ഛനും അമ്മ ഉള്ളപ്പോൾ നമ്മൾ എന്നും കുട്ടികളും, അമ്മയുള്ള കാലത്തോളം പിഞ്ചു പൈതലാണെന്ന് ഞാൻ പറയുന്നത്. അനിയനും അല്ലെങ്കിൽ ഒരു അനിയത്തിക്കോ ചേട്ടത്തിക്കോ ഒന്നും ഇല്ലില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ മനുഷ്യന്റെ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. അത് പറഞ്ഞില്ലല്ലോ, പറയുമ്പോ പിന്നെ എല്ലാം കൂടെ പരത്തി അടിക്കണം. പിന്നീട് ഇയാളുടെ അന്നൊക്കെ എന്റെ ഫാമിലി വിചാരിച്ചത് ഞാൻ ഇച്ചിരി ചാട്ടക്കാരിയാ. അപ്പൊ അതുകൊണ്ട് നീ ഇപ്പം എന്നോട് ഷിബിൻ ചോദിച്ചില്ലേ ശാരികയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടായിരിക്കും. അപ്പൊ എന്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നത്, നിനക്ക് ഇച്ചിരി ഒതുങ്ങ, നീ ഇങ്ങനെ ചാടിക്കടിച്ച് ഏത് ആമ്പിള്ളേർക്ക് സഹിക്കാൻ പറ്റും. അപ്പൊ ഞാൻ വിളിച്ചു, ഞാൻ മറ്റേ ദിലീപിന്റെ മഞ്ജുവാരുടെയും കാര്യം ആലോചിച്ച് ഞാൻ. എല്ലാവരും മഞ്ജുവാരൻ ഇന്നും മഞ്ജുവാരൻ എന്തിനാണ് ദിലീപായിട്ട് പിരിഞ്ഞതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ, ഇന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ അന്നും ഞാൻ ഈ മറ്റേ കേസ് വരുന്നല്ലോ, ദിജിയുടെ കേസ് വരുന്നവരെ ആർക്കും പുള്ളിക്കാരന് സംശയം ഉണ്ടായിരുന്നില്ല. പുള്ളി നന്മമരമായിരുന്നല്ലോ. സത്യം എന്തോ പുറത്തു വരട്ടെ, നമുക്കറിയില്ല. ദിലീപിനെ ഒരു കുറ്റവാളിയായിട്ട് തന്നെയല്ലേ കാണുന്നത് ശാരികയൊക്കെ? കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റാരോപിതനായിട്ടാണ് കാണുന്നത്. കാരണം അങ്ങനെ അദ്ദേഹം മറ്റാരും അങ്ങനെ ആ ആരോപണത്തിലേക്ക് വന്നില്ലല്ലോ. എല്ലാവർക്കും ശത്രുക്കളില്ലേ? എന്നിട്ട് ഈ പറയുന്ന ലാലേട്ടനോ മമ്മൂക്കയോ പൃഥ്വിരാജോ ഒന്നും ആ ആരോപണത്തിൽ എന്തുകൊണ്ട് ഇദ്ദേഹം മാത്രം വന്നു? അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട്. ഒന്നുമില്ലാതെ ഈ പപ്പരാസികൾ എഴുതുന്നതിന്റെ ഒരു 20% എന്തെങ്കിലും കാണും. അത് ഉറപ്പുള്ളൊരു കാര്യം. ഒന്നുമില്ലാതെ വെറുതെ പുകഞ്ഞൊന്നും വരില്ല, പ്രത്യേകിച്ചും ഈ ഒരു ഫീൽഡിൽ. അതെന്തെങ്കിലും തെളിയട്ടെ. ഞാൻ ആ അതിജീവിതയുടെ കൂടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും.
കാരണം ഓക്കെ ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു. ഫൈൻ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല, സ്ത്രീക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെങ്കിൽ സ്ത്രീക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ പോലും ആ ഒരു ഹരാസ്മെന്റ് എന്തായിരിക്കും അനുഭവിച്ചതെന്ന് കൂട്ടത്തിൽ നമുക്ക് പുരുഷന്മാരില്ലെന്നല്ല, ആ ഒരു വേദനയ്ക്കൊപ്പം നിൽക്കാന്ന് പറഞ്ഞു. 100%. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ തെറ്റുകാരിയാണോ, അപ്പൊ ഞാൻ ഇനി കുറച്ച് ഒതുങ്ങണം, അപ്പൊ ഞാൻ കുറെ മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഇയാള് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് എനിക്ക് പലവട്ടം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇയാൾ ഒരു സമയത്ത് ഒരു സ്വഭാവം, വേറൊരു സമയത്ത് വേറൊരു സ്വഭാവം. കുറച്ച് ദിവസം നമ്മളോട് സ്നേഹം കാണിക്കും, ഒരു മാസം സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 മാസത്തേക്ക് മിണ്ടത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. ഇപ്പൊ ഒരു മാസം ഞങ്ങളിപ്പോ ഇവൻ പച്ചയ്ക്ക് പറയാമല്ലോ, ഇവൻ ബെഡ്റൂമിലാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ടാണെങ്കിൽ പിന്നെ 3 മാസത്തേക്ക് പുള്ളിയുടെ ഒരു അനക്കവും ഇല്ല അങ്ങോട്ട്. അപ്പൊ എനിക്ക് ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനി ഇയാൾക്ക് എന്തെങ്കിലും അലയൻസ് ഉണ്ടോ, ഇയാൾക്ക് എന്തുകൊണ്ടായിരിക്കും 2 വർഷം പുതുമോടിക്ക് എന്നെ കണ്ടിട്ട് ശിവൻ എന്താ തോന്നുന്നു, ഞാനൊരു സുന്ദരിയല്ലേ, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഡിയല്ലേ. അന്ന് ഇപ്പൊ ഇന്ന് മുടിയൊന്നും ഇല്ല, അപ്പൊ അന്ന് പുരുഷന്റെ സങ്കല്പത്തിനനുസരിച്ച് മുടിയും കാര്യങ്ങളും എന്നാ ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അയാൾ സാധാരണ ഒരു 3-4-5 വർഷം കഴിഞ്ഞ ആമ്പിള്ളേർക്ക് സ്വാഭാവികമായിട്ട് ആണും പെണ്ണെന്ന് ഇച്ചിരി ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരുമല്ലോ എല്ലാ കാര്യത്തിലും പൊതുവിൽ. അല്ല, പൊതുവിൽ സൈക്കോളജിക്കലി പറയുന്നത്. പിന്നെ അതിനുശേഷം മക്കളൊക്കെ ആയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് പകുതി സ്നേഹം പോകുന്നത് കൊണ്ട് അമ്മമാർ അതിലേക്ക് പോകുമല്ലോ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ പുതുമോടി സമയത്തും അല്ലെങ്കിൽ പുതുമോടിക്ക് ശേഷവും ഞാൻ കാരണം 8-ാം മാസമാണ് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്, കല്യാണം കഴിഞ്ഞ്. അത് കല്യാണം കഴിഞ്ഞ് 8-ാം മാസമാണ് ഞാൻ പ്രഗ്നന്റ് ആകുന്നത്. അപ്പോൾ ആ കല്യാണം അപ്പോഴും ഞാൻ പുതുമോടിയിലാണല്ലോ, കല്യാണം കഴിഞ്ഞ 1 വർഷമൊക്കെ. എന്നിട്ടും ഈ പ്രസവം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ആണുങ്ങൾക്ക് ഭാര്യയെ കാണണം, അവൾ ഇനി എന്തായാലും എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ എന്നോട് കൊണ്ടുപോകാനും പിടിക്കാൻ. പുള്ളി 2 വർഷം ഒരു കോൾ പോലും ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരുടെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ടും പുള്ളി ഒരിക്കലും തിരിച്ചു വിളിക്കുകയോ സമീപിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് പുള്ളി ഈ പറയപ്പെടുന്ന വ്യക്തി, അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എന്നോട് പലരും പറഞ്ഞു, ഇവൻ പല പാത്രത്തിൽ നിന്ന് കഴിക്കുന്നവനാ, അതുകൊണ്ടായിരിക്കും നിന്നെ താല്പര്യമില്ലാത്തതെന്ന്. അതിൽ ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന ഈ 3-4 വർഷം ഞാൻ പുള്ളിയുടെ കൂട്ടത്തിൽ പുള്ളിയെ തിരിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ കുറേയധികം പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയ്ക്കാണ് എന്നെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതും. അങ്ങനെ ഗ്യാപ്പ് വൈസ് ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ലാസ്റ്റായിട്ട്, അതായത് ഈ 2022 തൊട്ട് ഒരു 24-23 ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുക, ഒരു 23 വരെയും പുള്ളിക്കൊരു ഡിറ്റാച്ച്മെൻറ്റാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും, കുഞ്ഞിപ്പോൾ രാത്രി ഇപ്പം ഞാൻ ഷോയ്ക്കൊക്കെ പോകാൻ തുടങ്ങി, ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു 2020 എൻ്റെ യൂട്യൂബ് ചാനൽ. ആ സമയത്തൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ലീഗലി അല്ല, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായിട്ടുള്ളൂ. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ആയിട്ട് വീട്ടിൽ പോകും ഞാൻ, എന്നാലും ഇതുപോലെ തല്ലും വഴക്കൊക്കെ ആയിട്ട്. അങ്ങനെ ഇതുപോലെ എന്റെ ട്രൈപോഡ് അടിച്ച് എനിക്ക് ഭയങ്കര ട്രോമയായി പോയി. ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പാഷനായിട്ട് കൊണ്ടുവരുന്നൊരു സാധനം എടുത്ത് ഇയാൾ തല്ലി തീർത്ത് കളയുക. അതെനിക്ക് അതോടുകൂടി ഞാൻ ബ്ലൈൻഡ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ ഒരു വഴിയിൽ എൻ്റെ ഒരു തയ്യക്കാരി എന്നെ കണ്ടുപിടിച്ച് തിരിച്ചു പിടിച്ചോണ്ട് വന്നതാ. കുഞ്ഞ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യും. അങ്ങനെ ഒരു പോലീസ് കേസൊക്കെ കൊടുക്കാം. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അന്ന് ഞാൻ ഇറങ്ങി പോകാൻ പോയിട്ട് അങ്ങനെ ഞാൻ പിന്നെ 6 മാസം പോയി വീട്ടിൽ നിന്നു. പിന്നെ എനിക്ക് ഇയാളെ ഫേസ് ചെയ്യാനോ വീട്ടിലേക്ക് വരാനോ, അന്ന് ഇവരുടെ അമ്മ കാലം ഒക്കെ ദൈവം ശിക്ഷ കൊടുത്തത് പോലെ തന്നെ കാലം കൊടിഞ്ഞ് വീട്ടിൽ കിടന്നു. ഇയാള് പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന മാസം മാത്രം എന്നെ കാണാൻ, കുഞ്ഞിനെ കാണാനായിട്ട് വീട്ടിൽ വരുമായിരുന്നു. 2-3 മാസം അടുപ്പിച്ച് വരും. അമ്മ ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ വരാതായി. അന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി. അവർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആഴ്ചയിൽ പൈസകൾ ഇഷ്ടം പോലെ മുടക്കി, അതായത് 10-500 രൂപയുടെ കളിപ്പാട്ടങ്ങൾ മുടക്കി കുഞ്ഞിനെ കാണാൻ അയാൾ വരും. അമ്മ ജനുവരിയിൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അയാൾ വരാതായി. പിന്നെ 2 ആഴ്ച 3 ആഴ്ച പിന്നെ ഞങ്ങളെ ഒരു മെയിലോ വന്ന് ഇയാൾ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ. അതുവരെ എനിക്ക് ട്രോമയായിരുന്നു. ഇയാൾ തിരിച്ച് വിളിച്ച് എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു വീട്ടിലോട്ട്. എന്നെ ഷിവറിങ് ആയിരുന്നു എൻ്റെ ഹൃദയം. എനിക്ക് പേടിച്ചിട്ടാണോ അതോ എന്തോ എനിക്ക് അറിയില്ല, ഇയാൾ എന്നെ എങ്ങനെ കൊന്നുകളയെന്നുള്ള ഭേദിയായിരുന്നു എനിക്ക്. പിന്നെ ഇയാളുടെ ഒരു കണ്ണിലെ ഒരു സൈക്കിക് ഭാവം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇയാൾ എന്നെ കൊന്നുകളയോ, രാത്രിയിലെങ്ങനെ ഞാൻ കിടന്നു കഴുത്തിരിച്ച് കൊല്ലുവോ, ഇയാൾ ഇനി എന്നെ ടൂറിനെന്ന പേരിൽ ഇയാൾ കൊക്കയിലിട്ടു. ഞാൻ അയാളുടെ തന്നെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. മൂന്നാറിലൊക്കെ ഞങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പിനൊക്കെ പോകും, കന്യാകുമാരിലൊക്കെ പോയപ്പോൾ അല്ലെങ്കിൽ മൂന്നാറിൽ പോയിട്ട് തിരിച്ച് ഇതുപോലെ രാത്രി വന്ന് പുള്ളിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയമല്ലല്ലോ, സേഫ്റ്റി അല്ലേ വരേണ്ടത്. പകരം ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വഴിയിലൊന്നും ആൾക്കാരെത്തപ്പോൾ ഞാൻ ഇയാൾ ഇയാളിനെ വല്ല കൊക്കയിലെങ്ങാനും തല്ലിട്ട് കൊല്ലുവോ, ഇനി വൈരാഗികളുടെ ഹൃദയത്തിലുണ്ടല്ലോ എന്നും. ഇയാളെക്കാൾ ഇയാൾ ഒരു ഈഗോയിസ്റ്റാന്ന് എനിക്ക് തോന്നുന്നു. ഇയാൾ ഇച്ചിരി ഡാർക്കാണ്. അപ്പോൾ എനിക്ക് ഡാർക്ക് കളറുള്ളവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബേസിക്കലി എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കൊരു പ്രശ്നമില്ലോ, വെയിലിനെ ഒന്നും നിങ്ങൾക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാം. പുള്ളിക്ക് ഭയങ്കര ഇവരുടെ വീട്ടുകാർക്ക് ബേസിക്കലി കറുത്ത നിറമുള്ളവരെ വെറുപ്പാണ്. അവരെല്ലാവരും കറുത്തതാണ്. എന്നാലും പുറത്തുള്ള കറുപ്പ് നിറമുള്ള ഒരാളെ കണ്ടാൽ കറുത്ത് കരിമണ്ടിയെ പോലെ ഇരിക്കുന്നതെന്ന് ഇവരും. ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഇങ്ങനെ പറയാൻ? സ്വന്തം മുഖം നോക്കാറില്ല കണ്ണാടിയിൽ. അപ്പോൾ ഇവർക്ക് വെളുത്ത നിറത്തിനോട് ഭയങ്കര അഭിനിവേശമാണ്. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും എണ്ണയൊക്കെ തേച്ച് വെളുപ്പിക്കണം എന്നുള്ള ആഗ്രഹക്കാരായിരുന്നു ഇവർ. അങ്ങനെ അഭിനിവേശമുള്ള ആൾക്കാർ. അതുപോലെ എന്തൊക്കെയോ കോംപ്ലക്സ് മൊത്തത്തിൽ തീർന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഈഗോയിസ്റ്റിന്റെ ഉസ്താദാണ് ഈ പറയപ്പെടുന്ന എൻ്റെ ഹസ്ബൻഡ്, എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി. ഭയങ്കര ഈഗോയെ, പുള്ളിയേക്കാൾ സുപ്പീരിയർ ആയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീകളെന്ന് പുള്ളിക്ക് ഒരാളോട് ബഹുമാനമില്ല, പഠിപ്പിച്ച അധ്യാപകനോട് ബഹുമാനമില്ല.
പഠിപ്പിച്ച ആരോടും പുള്ളിക്ക് ബഹുമാനം, സ്വന്തം സത്വത്തോട് ബഹുമാനമില്ല. എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം വേണ്ടേ, അതുമില്ല. ആരും പുള്ളി ഒന്നും പഠിപ്പിച്ചില്ല, പുള്ളി എല്ലാം സ്വയം പഠിച്ചതാണ്. ഡ്രൈവിങ് സ്വയം പഠിച്ചതാണ്, അക്ഷരങ്ങൾ എല്ലാം പുള്ളി ഭയങ്കര അഹങ്കാരത്തിന്റെ ഉച്ച നീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. എന്നാൽ പുറമേ വിനയാന്വിതനാണ്, ഭയങ്കര വിനയമാണ്, ഭയങ്കര സിമ്പിൾ. ഇപ്പോൾ ഒരു സഹായം ചോദിക്കുവാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ്, എനിക്കൊരു സഹായം, അതിനെന്താ ഷിബിനെ വിളിച്ചാൽ മതി, സഹായിക്കാം, ഒരു വിഷയമില്ല, എല്ലാം താൻ വിഷമിക്കണം, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഷിബിന് 100 വട്ടം ഫോൺ വിളിച്ചാലും അയാൾ ഫോൺ എടുക്കില്ല. പറയും, പക്ഷേ ഒന്നും ഷിബിനെ നിവർത്തിയായിട്ടുണ്ട്. ഷിബിൻ പറയുകയാണ്, സാറേ എൻ്റെ പേപ്പർ ഒന്ന് ശരിയാക്കി തരണം. അതിനെന്താ ഷിബിനെ വിളിച്ചാൽ മതി, ഞാൻ തിരക്കായിരിക്കും, എന്നാലും ഞാൻ ഫോൺ എടുക്കും, എല്ലാം സെറ്റ് ചെയ്താൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. അങ്ങനെ പല ആശമാർക്കും ഇയാൾ വാഗ്ദാനങ്ങൾ കൊടുത്തു. അവസാനം ആശമാർ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇയാൾക്ക് പണി കിട്ടി. കാരണം ഫോൺ എടുക്കില്ല ഇയാൾ. അയാൾക്ക് പുച്ഛമാണ്. ഞാൻ ചോദിക്കും, എത്ര പേരവിടെ കിടന്ന് വിളിക്കുന്നത്, ആരൊക്കെ കിടന്ന് വിളിക്കട്ടെ. ഇയാൾക്ക് എന്തോ ഒരു ഇയാൾക്ക് ഇഷ്ടമല്ല ജോലി ചെയ്യാൻ. എനിക്ക് പിന്നെ റിസൈൻ ചെയ്ത് പോകൂ. ഇയാൾക്ക് കുറെ പൈസ വേണം, എന്നിട്ട് ഇങ്ങനെ എവിടേക്കോ എന്തൊക്കെയോ ഹാലൂസിനേഷനിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ എന്തായാലും പുള്ളി ഈ 2 വർഷം, ലാസ്റ്റത്തെ 2 വർഷങ്ങൾ പുള്ളി ഡിറ്റാച്ച്മെന്റ് പോലെ കാണിച്ചു. അതായത് കുഞ്ഞിന് അസുഖം വന്നാലും ഞാൻ കൊണ്ടുപോകണം, അതിനുള്ള പൈസ ഇട്ട് ഞാൻ പറയും കുഞ്ഞിന് പൈസ തരണം, അവളുടെ കാര്യങ്ങൾ ചോദിക്കാനുള്ള കൃത്യമായിട്ടുള്ള 2000-3000 രൂപ പുള്ളി എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. 10-35,000 രൂപ ശമ്പളമുള്ള ഒരുത്തനാണ്. എൻ്റെ അടിവസ്ത്രങ്ങൾ പോലും ഞാൻ അധ്വാനിച്ചാണ് ഞാൻ മേടിച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ തരുന്ന പൈസയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. ആകെ ഇയാൾ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നത് ഓണത്തിന് മാത്രമാണ്. ഓണത്തിന് മാത്രമാണ് എനിക്ക് ഡ്രസ്സ് എടുത്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മ എടുത്ത് ഡ്രസ്സ് ആ സമയത്ത് എടുത്ത് 6 മാസം ഇടാൻ വേണ്ടി എടുത്ത് ഡ്രസ്സ് എന്നല്ലാതെ ഈ 10 വർഷത്തിലേക്ക് ഓണത്തിന് മാത്രമല്ല എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇയാൾ ഓഫീസ് സമയത്ത് വീട്ടിൽ വരുന്നത് 5 മണിക്ക് ഓഫീസ് അടയ്ക്കുന്ന ഇയാൾ വീട്ടിൽ വരുന്നത് രാത്രി 8 മണിക്കാണ്. വീക്കെൻഡിലും സെക്കൻഡ് സാറ്റർഡേ ഇയാൾ കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിൽ പോകും. അപ്പോൾ ഞാൻ സന്തോഷിക്കാം, പോട്ട പാവം, അവിടെ അച്ഛൻ്റെ സ്നേഹമാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ട് 2 വർഷം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് എന്നെ നീ ശ്രദ്ധിക്കാറില്ല. ഞാൻ പറഞ്ഞു, എന്താണ് കാര്യം? ഞാനിപ്പോൾ വീട്ടിലാണ്, വെക്കേഷന് പോയതാണ്. 2022 മെയ്യിലാണെന്ന് എൻ്റെ ഓർമ്മ. രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഇവളുടെ ഓഫീസിലുള്ള ഒരുത്തിയായിട്ട് അവർ മഫ്തയൊക്കെ ഇട്ടിട്ടുണ്ട്, മീൻസ് മുസ്ലിം കാസ്റ്റാണെന്ന് എനിക്കറിയാം. അപ്പം ഭയങ്കര ചിരിയും കളി. അപ്പോൾ അവളിങ്ങനെ ഒരിക്കലും എന്നോട് വിളിച്ച് പരദൂഷണം പറയുന്ന ഒരു വ്യക്തിയല്ല. പുള്ളി ഒരു നിയമത്തിൽ വക്കീൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട്, നീ എവിടാ? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലാണ്. നിന്റെ ഹസ്ബൻഡ് ഒരാളുമായിട്ടിരുന്ന് രാത്രി 9:30 മദ്രാസ് കഫേ എന്നാണ് കണ്ട അതിൻ്റെ പേര്, ഏതൊരു റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അവിടെ വന്നിരുന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴേണ്ട കാര്യം. ഞാൻ പറഞ്ഞിട്ട് കൊഞ്ചിക്കൊഴയുന്നു അടി. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എതിർത്തടി, ആ കൊച്ചിൻ്റെ ജീവിതം ഒന്നാമത്തെ പ്രശ്നങ്ങളിലൊക്കെയാണ്, ഒന്ന് റെഡിയായി വരുന്നത്, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീക്ഷിച്ചപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, എടി നീ വിളിച്ചോ, ഇത് പ്രശ്നമാണ്, കാരണം അത് ശരിയല്ല, അവരിരുന്ന സംസാരങ്ങളും കാര്യങ്ങളും രീതിയും ശരിയല്ല, അപ്പോൾ അവളോടൊന്ന് ശ്രദ്ധിച്ചോളാൻ പറ എന്ന് പറയാൻ പറഞ്ഞു. പുള്ളി അങ്ങനെ പരദൂഷണം പറയുന്നൊരു വ്യക്തിയല്ല, എനിക്കറിയാം. ഉണ്ടെങ്കിൽ പോലും പുള്ളി മറച്ചു വെച്ചാൽ പറയത്തുള്ളൂ, ലൈഫ് നല്ല രീതിയിൽ പോയിക്കോട്ടെ എന്ന് ഓർത്ത്. ഞാനത് വിട്ടു. ഞാനത് ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് കള്ളം പറഞ്ഞു. ഇയാൾ പറഞ്ഞു, ഇയാൾക്ക് എല്ലാവരും പൈസ കടം കൊടുക്കും, സ്വർണം കൊടുത്ത് സഹായിക്കും, ഇയാളുടെ സംഘടന. ഈ ലോകത്ത് ഏത് പെണ്ണാണ് സ്വർണം കൊടുത്ത് ഇവനെ സഹായിക്കണ മനസ്സുള്ളവർക്ക്? ഒന്നെങ്കിൽ ഇവൻ എന്തെങ്കിലും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും. അല്ലാതെ ഒരാൾക്ക് ഇന്ന് പൈസ കൊടുക്കില്ല, അന്യ ആൾക്കാർക്ക് ഇവർ പൈസ കൊടുത്ത് സഹായിക്കുന്ന ഇവൻ പറയുന്നത്. ശരി, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു വർഷങ്ങൾക്കിപ്പുറം അതിനൊരു കള്ളമായി അയാൾ എന്നോട് പറഞ്ഞത്, കുറേ ന്യായ കഥകൾ. അതിനുശേഷം എന്നെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞു. ഞാനൊരു പൊട്ടിക്കളി, ഞാനത് വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു 2023 ഡിസംബറിൽ ഇവർ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കഫേ പോലെ മിൽമയുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഒരു പിന്നെ ചായക്കട സെറ്റപ്പ് പോലെ മിൽമ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്ഥലത്തായിരുന്നു ഇത് ചെയ്തത്. എന്നിട്ട് ഇവർ ചേട്ടനും അനിയനും കൂടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായിരുന്നു കൊറോണ ടൈമിൽ. ആ ഓഫീസിൽ കമ്മ്യൂണിറ്റി കിച്ചണും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഗവൺമെന്റിന്റെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് മിൽമ വണ്ടിക്കകത്ത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു. ഈ പുള്ളിക്കാരൻ ഭർത്താവ് അവിടെ ജോലിയിലിരിക്കെ മിൽമ വണ്ടിയിൽ നിന്ന്, മിൽമ ഇവരുടെ വണ്ടിയാ, ഇവരുടെ വണ്ടിയോട് മിൽമ വണ്ടിയല്ല, മിൽമ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇയാൾ അനിയൻ തുടങ്ങിയത്. എന്താ മോഷ്ടിച്ചത്? അവിടുന്ന് മോഷ്ടിച്ച കാര്യം പറയാം, അവിടുത്തെ മറ്റേ ഉരുളിയും കിണ്ടിയും മറ്റേ സാധനം, അതൊരു അടുക്കളയ്ക്കല്ല, ഒരു ചായക്കടയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അതടുത്ത് CCTV പതിഞ്ഞു. DPM പിടിച്ചു. അയാൾ നന്നായിട്ട് അയാളൊന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനപ്പോൾ ഇയാൾ എന്തോ പ്രശ്നം ഉണ്ടാക്കാനാ. ഇയാള് എന്റെ മുമ്പിൽ കുടിച്ചു വന്നിട്ടില്ല, പക്ഷെ ഇയാൾ നന്നായിട്ട് മദ്യപിക്കുമെന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോലി ഉണ്ടായിരുന്ന സമയത്ത് കുടിച്ചു. ഇയാളെ വളർത്തിയ രീതി അങ്ങനെ. കാരണം അവിടുത്തെ അച്ഛനോടൊന്നും അവിടുത്തെ അമ്മ പറയത്തില്ലായിരുന്നു. 2 ആമക്കളെ തോന്നിയ പോലെ വിട്ട ഒരു സ്ത്രീയാണ് അവർ. അതായത് രാത്രി 2 മണിക്കും 3 മണിക്കും മക്കൾ കയറുമ്പോൾ നീ എവിടെയാടാന്ന് ചോദിക്കത്തില്ല. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെയൊക്കെ വീട്ടിൽ അമ്മ കാല് തല്ലി ഓടിക്കും. എവിടെ ഇരുന്ന ഇത്ര നേരം മുഖത്ത് മടിച്ച് എന്റെ അനിയന്റെ കർണക്കുറ്റി അടിച്ചു പിടിച്ചു. ആദ്യമായി ബിയർ അടിച്ചാൽ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം, അമ്മ റെഡി. എന്റെ വീട്ടില് മറ്റേ ഷാപ്പ് ഉണ്ടായിരുന്ന കുടുംബക്കാരുടെ കാര്യമൊക്കെ അമ്മ പറയും. അതുകൊണ്ട് പിന്നെ ഗൾഫുകാരന്റെ കുടുംബത്തിലാടാ ഞാൻ, അതുകൊണ്ട് മണം അടിച്ച് എനിക്കറിയാം വിസ്കിയുടെയും ബ്രാൻഡിയുടെ റമ്മിന്റെ ഒക്കെ. ഒരു ദിവസം എന്റെ ആങ്ങളെ അവന്റെ എനിക്കൊന്ന് ഡിഗ്രി തുടങ്ങിയ സമയത്താ കുടിച്ചോണ്ട് വന്നു, അടിച്ച് കാരണം പോയിച്ചു. എന്റെ മുമ്പിൽ നിന്ന് അടിച്ച അമ്മ കൈ വീശൊറ്റ മേലാൽ
നിനക്ക് ജോലിയായി നിന്റെ ഇഷ്ടത്തിന് നടക്കുമ്പോൾ ഇപ്പോൾ നീ ഞങ്ങളുടെ ചിലവിലാണ് കഴിയുന്നത് മേലെ. അങ്ങനെ ഒരു അമ്മയായിരുന്നു എനിക്ക്. പക്ഷെ ഇവര് മക്കൾ കുടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. പുറത്ത് സ്റ്റെയറുണ്ട്, പുറത്തുനിന്ന് കയറാവുന്ന വാതില. അവിടെ പെണ്ണിനെ കൊണ്ടുവന്ന് താമസിച്ചാലും കള്ള് കൊണ്ടുവന്ന് കുടിച്ചാലും മറ്റേ ആഭാസം നടത്തിയാലും ഇവർ അനങ്ങത്തില്ല, അവർ നോക്കത്തില്ല. അവർ വൈകുന്നേരം ആകുമ്പോൾ ഇവർക്കുള്ളവർ പട്ടിപ്പണി ചെയ്യും അവിടെ കിടന്ന്. മക്കളുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ കഴുകി കൊടുക്കും. ഇത്രയും വലുതായിട്ടും അത് അമ്മയാണ്, അവർ ചെയ്തോട്ടെ, എല്ലാ പണിയും അവരെടുക്കും അവിടെ. ആ ഒരു കാര്യത്തിൽ അവരെ സമ്മതിച്ചിരിക്കുന്നു. പുറത്തുനിന്ന് വേലക്കാരെയൊന്നും മക്കൾ വെച്ച് കൊടുക്കത്തില്ല. ഞാനാണ് അവിടെ. ഇപ്പോ കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? കോടതി കൊടുത്തിട്ടില്ല, കോടതി കൊടുക്കണം. പഴയ കേസ് കിടപ്പുണ്ട്, അത് അന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഇവരയാളെ നല്ലപോലെ നോക്കിക്കോളാം. നിലവില് ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആകാൻ തയ്യാറാണ്. അറിയില്ല, അയാളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ തയ്യാറാണ്, എനിക്ക് വേണം, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് എനിക്ക് വേണം. എന്റെ കുഞ്ഞിന്റെ എനിക്ക് അയാളുടെ പൈസയൊന്നും വേണ്ട, പക്ഷെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ എഴുതി വാങ്ങിക്കും. കാരണം അവൾ അതിന് അവകാശിയാണ്. കാരണം അയാൾ എന്നെ ചതിക്കുകയും കൂടെ ചെയ്തു വേറൊരു പെണ്ണിന്റെ കേസിൽ. അയാൾ ഈ ഒളിവിൽ പോയല്ലോ, ജോലിന്ന് അവർ പിടിച്ചു വിട്ടു. 40 ദിവസം ഒളിവിൽ പോയി. FIR ഉള്ളതാ മറ്റേ കേസിൽ, സാധനങ്ങൾ കേസ്. അവർ 2 വണ്ടി പിടിച്ചെടുത്തു. അതിനുശേഷം ഇയാൾക്ക് ഒളിവിൽ സഹായം ചെയ്തു കൊടുത്ത് ഇയാളുടെ കാമുകിയ, ഓഫീസിലുണ്ടായിരുന്ന കാമുകിയ. ആ ഫോൺ മഫ്തേട്ട് എന്ന് പറഞ്ഞ ആ പെണ്ണ്. എന്റെ പേരെന്താ? അവളുടെ പേര് നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല, കാരണം നമ്മൾ അയാളുടെ പേരും പറയുന്നില്ല. അതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. കോടതിയിൽ പോകേണ്ട ഒരു കേസ് ആയതുകൊണ്ടാണ് ഞാനത് പറയാം. അവർക്കും ഉണ്ടല്ലോ 2 പെൺകുഞ്ഞുങ്ങൾ. അവർക്ക് നമ്മളുടെ കുഞ്ഞിനോട് ബഹുമാനം ഇല്ലെങ്കിലും എനിക്ക് ആ കുഞ്ഞുങ്ങളോടൊരു ബഹുമാനം വേണം. അവരുമായിട്ട് പലയിടത്തും വെച്ച് പിന്നീട് രാത്രി കാലങ്ങളിൽ സ്കൂട്ടറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് പലരും എൻ്റെ കസിൻസ് ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. അന്നും ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ഇയാൾക്കൊരു ഡിറ്റാച്ച്മെന്റ് ഉള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുഞ്ഞും രാത്രി ഇരുന്ന് TV കാണുവാണെങ്കിലും ഇയാൾ ഏത് നേരം നോക്കിയാലും മുകളിലത്തെ നിലയില്ല. വൈകുന്നേരം ഓഫീസിൽ നിന്ന് 8 മണിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി 2 മണിക്ക് ആൾ ബെഡ്റൂമിൽ വരുന്നത്. അങ്ങനെ ഇയാൾ എന്തൊരു മനുഷ്യനാണ്, കുഞ്ഞിനോട് പോലും സ്നേഹമില്ലേ. അങ്ങനെ ഒരു വർഷം അങ്ങ് തുടർന്നു. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ, ഞങ്ങൾ ബിസിനസ് ഡിസ്കഷൻസ് ആണെന്ന് അയാൾ പറയുന്നത്. ബിസിനസിന്റെ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഞാൻ താഴോട്ട് വരാത്തത്. അപ്പം ഞാൻ വണ്ടി വിശ്വസിച്ചു, ആയിരിക്കും ഇവർ ബിസിനസ് തുടങ്ങിയ സമയമാണ്. അപ്പോൾ പുള്ളിക്ക് ജോലി വിടണം, ബിസിനസ്സിൽ പിന്നെ ഫുൾഫിൽ ആവണം. അനിയനാണ് എല്ലാം നോക്കുന്നത്, അവൻ നല്ല ഹാർഡ് വർക്കറൊക്കെ ആയതുകൊണ്ട് പുള്ളി എല്ലാത്തിനും അങ്ങ് പോകും. അപ്പോൾ അനിയന് നടത്തുന്ന കാര്യങ്ങൾ ചേട്ടൻ ഇടപെടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ അനിയൻ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടത്തിയമ്മേ അയാൾ ഞാനോ ഡിസ്കഷൻ നടത്തുന്നൊന്നുമില്ല, അയാൾ ഫുൾ ടൈം അവിടെ ഫോണിലാണെന്ന്. അവൻ എനിക്ക് സൂചന തന്നതാവാം, ഞാൻ വണ്ടി അന്നും മനസ്സിലാക്കിയില്ല. എന്നിട്ട് ഇയാളുടെ ദൈവം ഉണ്ടെന്ന് പറയുന്നത് അതാ. ഫോൺ എൻ്റെ ഇയാൾ കൊണ്ടുവന്നു. ഇയാൾ ഒളിവിലിരുന്നപ്പോൾ ഒരു നമ്പറിൽ എന്നെ ഒറ്റ സെക്കൻഡേ വിളിക്കുന്നു 40 ദിവസം. ആ കുഞ്ഞിനെ സ്കൂളിൽ പോലും നാണക്കേട് കാരണം എനിക്ക് വിടാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ താമസിച്ചത്. 40 ഇയാൾ ഫോൺ കുഞ്ഞിന് കളിക്കാം. ആ ഫോണിൽ ഇവരുടെ കോൾ സംഭാഷണം ഞാൻ കേട്ടു. 3 മണിക്കൂറുള്ള ഒരു കോൾ റെക്കോർഡ് എൻ്റെ കിട്ടി. അത് ഞാൻ കേട്ടെന്ന് അറിഞ്ഞെന്ന് എനിക്ക് ആ ഫോൺ തപ്പിപ്പിടിച്ചത് ഡിലീറ്റ് ചെയ്തു. കേട്ടതെല്ലാം എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളും കാര്യങ്ങളും അത് ഞാൻ പുറത്ത് പറയുന്നില്ല. അത് പകുതി കേട്ടപ്പോൾ തന്നെ ഞാൻ ട്രോമയിലായി. വേറെ സ്വാഭാവികമായിട്ടും വിശേഷങ്ങളാണല്ലോ, എല്ലാ വിശേഷങ്ങളും ചിരിയും കളിയും തമാശകളും ഒക്കെ. അതിനുശേഷം ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. ഇതാ കേട്ടെന്ന് പറഞ്ഞോണ്ട് ഇയാൾക്ക് വെപ്രാളമായി. അങ്ങനെ ഒരു മെയ്യിൽ എൻ്റെ കസിൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇനി ആ വീട്ടിലേക്ക് പോകരുത്. അവരൊക്കെ അന്ന് ഞാൻ പിരിയുന്നെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത ആൾക്കാരാ. എടി ഒരു ജീവിതമല്ലോ, നീ ഒരു പ്രാവശ്യം അവനോട് ക്ഷമിക്കാം. അന്ന് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചപ്പോൾ 2 വർഷം നോക്കാതിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർ പിന്നീട് പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോകരുത്, അവൻ ശരിയല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് രാത്രി കാലങ്ങളിൽ ഇവനുള്ളതായിട്ട് കറക്കമാണ്. ഹസ്ബൻഡ് നാട്ടിലുണ്ട്, 2 മക്കളുണ്ട്, അവളുടെ ഉമ്മയുണ്ട്, എന്നിട്ടും കറക്കാം. പിന്നീട് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ ഓഫീസിൽ ആലപ്പുഴക്കാരി, അവൾ മൂവാറ്റുപുഴക്കാരി, കെട്ടിച്ചിരിക്കുന്ന ആലപ്പുഴ. ഓഫീസിൽ ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, മോളെ ഓഫീസിൽ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ അച്ഛന് കൂട്ടത്തിൽ ആരുണ്ട്? അമ്മ മറ്റേ ആൻറ്റി ഉണ്ടാവാറുണ്ട്. പുള്ളി അച്ഛനും ആൻറ്റിയും കൂടെ ഭയങ്കര വർത്താനവും കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് കഴിപ്പൊക്കെയാണ്. ഞാൻ അവിടെ ഇരുന്ന് കളർ പെൻസിലുണ്ടോ എന്നിട്ട് വരയ്ക്കും. അവൾ കുഞ്ഞിനെ കൊണ്ടുപോലും അയാൾ അതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത്. സത്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കള്ളമില്ലല്ലോ, അവർ പറയുമല്ലോ, പിഞ്ചു മനസ്സിൽ കള്ളമില്ല. അന്ന് ഞാൻ ഇയാളോട് പോലും പറയാതെ TC വാങ്ങിച്ചു. അന്ന് അയാൾ ഞെട്ടി വിളിച്ചു തന്നെ, TC വാങ്ങിച്ചു, നീ ഭയങ്കര അഭിനയമായിരുന്നു TC. ഞാൻ പറഞ്ഞ പറയാൻ പറ്റത്തില്ല ഈ ഭാഷ. ഞാൻ എങ്ങനെ വിളിച്ചു, എടാ നീ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു പറഞ്ഞു. ഇത്ര മാന്യനാ നീ, കുറെ മാന്യത നടിച്ചിട്ടുണ്ടല്ലോ, ഇത്ര ഞാൻ കരുതിയില്ല. നിനക്ക് കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്, മോശം കഥകൾ. അന്ന് ഞാൻ വിശ്വസിച്ചതൊക്കെ കല്യാണത്തിന് മുമ്പല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ അത് പൂർണ്ണമായി. അത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഞാൻ സമ്മതിക്കും, പക്ഷെ നീ വിചാരിക്കുന്ന അത്ര ആഴത്തിൽ ആ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്താണ് ഇവൻ ഉദ്ദേശിച്ച ആഴം? ഹോട്ടൽ മുറിയിൽ നിന്ന് ഞാൻ പിടിക്കണമായിരുന്നു ഇവനെ. അതോടുകൂടി ഞാൻ ഒരുത്തനെയും ചതിച്ചിട്ടില്ല, ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അന്തസ്സായിട്ട് ഞാൻ അയാളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ താല്പര്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് നോക്കി പറയാം എനിക്ക് ഒരു ഡിവോഴ്സ് വേണം. അതല്ലാതെ 2 വെച്ചുകൊണ്ടുള്ള 2 പാത്രത്തിലുള്ള തീറ്റ അത് നടക്കത്തില്ല. അതൊരു ഭാര്യയ്ക്ക് അനീതിയും മറ്റവൾക്ക് സുഖവും. അത് എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കാനാണെങ്കിൽ എന്താ, എൻ്റെ ഫീൽഡ് അങ്ങനെയാണ്, എനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം, അന്തസ്സായിട്ട് സൂപ്പറായിട്ട് നടക്കാം. എനിക്ക് നല്ല പൈസയും കിട്ടും, സുഖവും കിട്ടും. ആ സുഖം ശാരിക്ക് വേണ്ട. എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ, ഒറ്റ തന്ത. അതാണ് നിലപാട്. ഒന്നാന്തര നിലപാട്.
അപ്പൊ എന്തായാലും നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്യും. അതുപോലെ ഈ ഇപ്പം അത് എന്താണെങ്കിലും ശാരികയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. കാരണം അത്ര അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഏകദേശം ശാരിക ഒരിടത്തും ഇത്രയും പറഞ്ഞിട്ടില്ല വിശദമായിട്ട് ഇത്രയും ഹൃദയം തുറക്കുന്ന ആദ്യമായി ഹൃദയം തുറന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പറഞ്ഞല്ലോ ഈ ഫീൽഡിൽ വേണമെങ്കിൽ അങ്ങനെ നടക്കാൻ അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്റെ ഫീൽഡിൽ എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ആരെങ്കിലും മോശമായിട്ട് ഇന്നേ വരെ ഇല്ല ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നിലപാടാണ്. ഇപ്പൊ ഞാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള അപ്രോച്ച് അല്ലാതെ നമ്മളെ ഒരിടത്ത് കൊണ്ടുപോയിട്ട് അപമാനിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഏത് സെൻസിൽ വേണോ ആവാം. അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ട് സമയമാകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഒരിക്കലും ഞാൻ ഈ നമ്മുടെ ഒരു ചാനലിൽ ഞാൻ പ്രശസ്തയായല്ലോ, ഇന്റർവ്യൂർ ആയിട്ട് പ്രശസ്തയായി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ച് അവന്റെ നമ്പർ എടുത്ത് അവൻ ഞെട്ടിപ്പോയി. ശരി, ഇന്നും അത് ഓർത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു മറക്കില്ല. ഞാൻ അരൂരുള്ള ഒരു ആഡ് ഏജൻസി എന്നെ വിളിക്കുവാണ്. അന്ന് ഞാൻ വാർത്ത വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോടൊരു പേയ്മെന്റ് പറയുന്നത് അത്യാവശ്യം 10-20 രൂപയുള്ള പേയ്മെന്റ് അന്ന് പറയുവാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് കോയമ്പത്തൂർ പോകണം. അവരുടെ കുറച്ച് പ്രൊജക്റ്റുകൾ, അതായത് അവർ ഇങ്ങനെ അന്ന് എന്തോ ഒരു പണ്ട് നമ്മൾ നിർമ്മിതി കെട്ടിടം എന്നൊക്കെ പറയുന്ന പോലെ അവർ പ്രത്യേകിച്ച് അവർ തന്നെ നിർമ്മിക്കുന്ന പെയിന്റും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഏതോ ഫേമസ് ഹോട്ടൽസ് ഒക്കെ പാലക്കാട് ഒറ്റപ്പാലത്തൊക്കെയാണ്. അതൊക്കെ ഒന്ന് പോയി ഷൂട്ട് ചെയ്യണം. അപ്പം ഒരു ലേഡി ഉണ്ട്, അവരുടെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ലേഡി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ക്യാമറാമാൻ അത് എൻ്റെ ട്രൈപോഡും എൻ്റെ മറ്റേ ഗ്രീൻ സ്ക്രീനും ഒക്കെയാണ് ഞാൻ കൊണ്ടുപോയി. അവരുടെ ട്രൈപോഡൊന്നും ഇല്ലെന്ന് ഞാനാ കൊണ്ടുപോയി. ഇവരുടെ ക്യാമറ മാത്രമേ ഉള്ളൂ. വെട്ടവും അവരുടെ തന്നെ, എൻ്റെ ലൈറ്റും ആണ് കൊണ്ടുപോയത്. അങ്ങനെ ഒരു പരസ്യ ഏജൻസിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ പേരും ഞാൻ മറക്കത്തില്ല ഒരിക്കലും. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ആക്കുന്നു. ഒരു ദിവസം രാവിലെ വന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് 6 മണിക്ക് അമ്മ എല്ലാവരും കണ്ടാ. അപ്പോൾ അമ്മ പറയും മോനെ സേഫായിട്ട് തിരിച്ചുകൊണ്ട് എത്തിച്ചാൽ കുഞ്ഞിനെ ഒറ്റയ്ക്ക് അവർക്ക് എത്ര വയസ്സ്, ഞാൻ 2 എങ്ങനെ പഠിക്കുന്നതേ ഉള്ളൂ, 3 അപ്പോൾ ഈ വിഷയം നടക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ്, അത് ആദ്യത്തെ ട്രൈപോഡ് പൊട്ടിച്ച് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്താണ്. അന്ന് ഞാൻ റോമയിൽ തന്നെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിലൊന്ന് എക്സൽ ആവണമെന്ന് ചിന്തിക്കുന്ന സമയത്താണ്. അങ്ങനെ അവരെന്നെ കോയമ്പത്തൂർ ആദ്യം ഞങ്ങൾ തൃശ്ശൂർ പോയി ഷൂട്ട് ചെയ്യുന്നു. ഒരു ഉൾഗ്രാമത്തിൽ പോയി അവിടെ വീട്ടിൽ എല്ലാം ഷൂട്ടൊക്കെ ചെയ്യുന്നു. എന്നെ കൊണ്ട് കുറേ ഷോട്ട്സ് ഇവർ എടുപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നല്ല കോട്ട് സൂട്ടും ഒക്കെ ഇട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് എൻ്റെ വിശ്വാസം. അതിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ പാലക്കാടുള്ള ഒരു ഹോട്ടലിൽ താമസിക്കും. നല്ല ലക്ഷറിയസ് ഹോട്ടലാണ്. എനിക്ക് ഒറ്റയ്ക്ക് എന്നോട് മോശമായിട്ടൊന്നും അവർ ഒരിക്കലും പെരുമാറിയിട്ടില്ല. ഞാൻ എവിടെയും പറയും നല്ല പെരുമാറ്റം തന്നെയായിരുന്നു. നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നു. പിറ്റേ ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ പോയി. അവിടെ ഒരു ക്വാർട്ടേഴ്സ് പോലുള്ള സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്, അവർ നിർമ്മിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ ചെന്ന്, ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളാണ്, സ്കൂളിൽ ചെന്ന് അവരുടെ എല്ലാ ഷൂട്ടും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിനെക്കുറിച്ച് കുറേ പരസ്യം, ഇതാണ് കല്ല്, ഇങ്ങനത്തെ കല്ലുകളുണ്ട്, ഇങ്ങനെ പെയിന്റുകളുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്കൂളാണത്. ആ സ്കൂളിൽ ഞാൻ പരസ്യമൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ വീട്ടിൽ കൊണ്ട് സേഫായിട്ട് ആക്കി. അപ്പോൾ കൊണ്ടാക്കുന്നു. ഞാൻ വീട്ടിൽ വരുന്നു. വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചു. പിറ്റേ ദിവസം ഞാൻ 2 ദിവസം കഴിഞ്ഞ് പൈസ ചോദിച്ചോ പറയുവാണെങ്കിൽ, നിനക്കൊക്കെ എവിടെ നിന്ന് കിട്ടി ഇവളെ? ഇതിൽ നല്ല വ്ളോഗേഴ്സൊക്കെ ഈ നാട്ടിലുണ്ടല്ലോ, ഇവളൊക്കെ എന്തുവായി ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവക്കൊന്നും പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. അവൻ നല്ലൊരു മുതലാളിയായിരുന്നു. അവൻ്റെ ആരോ യൂട്യൂബ് വ്ളോഗർ ഉണ്ടായിരുന്നു. അവൻ കണ്ടിട്ട് പറഞ്ഞു, ഇത്രയും പത്തറ്റിക് ആയിട്ടൊരു വ്ളോഗർ, ഇവക്ക് ഇൻഡോറിനകത്തിരുന്ന് സംസാരിക്കാനേ അറിയത്തോ, ഔട്ട്ഡോറിൽ നിന്ന് സംസാരിക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവർക്ക് ആൾക്കാരുടെ മുഖത്ത്, ഇവൾ ക്യാമറയുടെ മുഖത്ത് നോക്കി മാത്രമേ സംസാരിക്കാൻ അറിയത്തോ. ആൾക്കാരുണ്ടാകുമ്പോൾ ഇവളെ ആകെ പേടിച്ചു തൂറി, ഇവളെ കൊള്ളത്തില്ല ഒന്നിനും. അതുകൊണ്ട് 10 പൈസ 20,000 രൂപ തരാമെന്ന് പറഞ്ഞ് 18,000 രൂപ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയ വർക്കിന് വ്യക്തി എനിക്ക് തന്ന പൈസ 2,000 രൂപ തന്നു. അവൻ എന്നെ പറ്റിച്ചു. 2,000 രൂപ തന്നു. എൻ്റെ വർക്കിനെയും എൻ്റെ കഴിവിനെയും ഹ്യൂമിലേറ്റ് ചെയ്തവന്മാരാണ് അവന്മാർ. അവൻ പറഞ്ഞിട്ട്, അവൻ ആരാണ്, ഒരു മുതലാളി, ഏതൊരു കമ്പനി തൃശ്ശൂർക്കാരനാണ്. അവൻ പറഞ്ഞെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത്. എന്നോട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഹരാസ്മെന്റ് ചെയ്തിട്ടില്ല, പക്ഷെ പറ്റിച്ചു. എൻ്റെ ജോലി എന്നെ ഹ്യൂമിലേറ്റ് ചെയ്തു. അവിടെ അന്ന് എനിക്ക് ഏറ്റവും വലിയ ഹ്യൂമിലേഷൻ ആണ് എൻ്റെ ജീവിതത്തിൽ. അതേ ഉള്ളൂ അനുഭവം, തിക്താനുഭവം. എനിക്ക് ഇന്നും എൻ്റെ ഫ്ലക്സ് എവിടെയെങ്കിലും വെച്ച് അവൻ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, പബ്ലിക്കായിട്ട്. ഇന്ന് എത്ര പേരുടെ മുമ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും? അതെ അതെ അതെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ, ഓരോന്നും അതിൻ്റെ സമയമുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ബിഗ് ബോസിൽ കയറണം എന്നുള്ള എൻ്റെ വലിയൊരു സ്വപ്നമാണ്. വിളിച്ചാൽ തീർച്ചയായിട്ടും പോകും. ഇതുവരെ ഔദ്യോഗികമായിട്ട് വിളിയൊന്നും വന്നിട്ടില്ല. വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ, കാണാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ജീവിത പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകളൊക്കെ അനുഭവിച്ച ആളാണ്. തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടാവാം ഈ ഒരു കരുത്ത് കിട്ടിയത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ ഹ്യൂമിലിയേഷൻ ആണ് എന്നെ കരുത്താർജിച്ചത്. ഇപ്പൊ ഒന്ന് കരുത്താർജിച്ച് എന്നോടൊന്ന് ഷൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യും ഇപ്പോഴോ? ഇപ്പൊ ഇങ്ങനെ ഇത്രയും നേരം വളരെ ശാന്തമായിട്ട് സംസാരിച്ച, അല്ല താൻ ആരാന്നത് എന്റെ വിചാരം? എന്ത് ചോദ്യങ്ങളും ചോദിക്കാനാണോ താൻ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? അതൊക്കെ രേണുസുതിയും ആറാട്ടണനും. ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ല. രേണുസുദിനെ താങ്കൾ ഇന്റർവ്യൂ ചെയ്തപ്പം രേണുസുദിനെ ഇന്റർവ്യൂ എനിക്ക് അവരുടെ പെർമിഷനോട് ചെയ്തതാ. നാട്ടുകാരോട് ചോദിച്ച കാര്യമാണ് ഞാൻ അവരോട് ചോദിച്ചത്. ഞാൻ നാട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് താങ്കൾക്ക് എന്താ ഇത്ര ഈ തണ്ട് കാണിക്കാൻ താങ്കൾ ആരാന്നാ താങ്കൾ? അത് നിങ്ങളുടെ കോൺസെപ്റ്റ് അല്ലേ? ഞാനൊരു തണ്ടുകാരിയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. താങ്കൾ തണ്ടുകാരി. നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാ, അന്തസ്സോടുകൂടി കാര്യങ്ങൾ ചോദിക്കുന്ന പെണ്ണുങ്ങളെ താനൊന്നും അംഗീകരിക്കത്തില്ല. ഈ താങ്കൾ എന്തിനും ഈ പെണ്ണുങ്ങൾ
പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ മൊത്തം സപ്പോർട്ട് താങ്കൾ കിട്ടുമെന്ന് ഓർത്തിട്ടാണോ? എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ടോ? ഞാൻ നല്ല താങ്കളെ എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ താങ്കളെ എതിർക്കുന്ന സ്ത്രീകളാണ്. ആയിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, ഒന്നും ആകാത്ത സ്ത്രീകളാണ്. അതായത് തന്റെ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരാൻ ധൈര്യമില്ലാത്ത സ്ത്രീകളാണ് എന്നെ എതിർക്കുന്നത്. അവര് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ രേണുസുതിയോടും ഈ പറയപ്പെടുന്നവനോടും ഒക്കെ ചോദിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്നൊന്നും ഒരു കാര്യം ഞാൻ ചോദിക്കാറില്ല. എന്നിട്ട് ഈ കമന്റിന്റെ അടിയിൽ വന്നിരിക്കുന്ന ഈ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് ഒന്ന് താങ്കൾ വായിച്ചു നോക്കി? വായിച്ച് ഞാൻ ചിരിക്കും. എനിക്കെന്താ, ഞാൻ എന്റെ വർക്ക് അതിന്റെ ഏറ്റവും നല്ല പൂർണ്ണതയിലാണ് ചെയ്യുന്നത്. അതിന് ഇവർക്ക് ഇത്ര ചൊറിച്ചിൽ തന്നെ ഏറ്റവും പൂർണ്ണത ചെയ്തിട്ട് അതിന്റെ അടിയിൽ രേണുസുതിക്ക് സപ്പോർട്ട്. എന്നെ കാണാനാണോ നാട്ടുകാരിരുന്ന് ഈ 15 ലക്ഷം പേരും അല്ലെങ്കിൽ 1 കോടി പേരും ഇരുന്ന് കാണാൻ? അല്ലാതെ രേണുസുതിയെ കാണാനല്ല, എന്നെ തെറി പറയാനാ. അതെന്റെ കഴിവ്. എന്നെ ഈ ശാരിക KVയെ കാണാൻ, ഇന്റർവ്യൂറെ കാണാൻ. ഈ രേണുസുതി എന്ന് പറയുന്ന ആ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ ശാരിക അറിയപ്പെടുമായിരുന്നോ? ശാരികനെ രണ്ടുപേരും അറിയുമായിരുന്നോ? തന്നെയൊക്കെ രണ്ടുപേർ അറിയുമോടോ എന്ന് ചോദിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? എന്താ, എത്ര പേര് അറിയുമായിരുന്നു? രേണുസുതിയെ കൊണ്ട്, എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാക്കിയാണ് രേണുസുതി. ശാരികയ്ക്ക് മുമ്പും ശാരികയ്ക്ക് ശേഷവും താങ്കളെ കൊണ്ട് രേണുസുതി രക്ഷപ്പെട്ടുന്നുണ്ടോ താങ്കൾ അവകാശപ്പെടുന്നത്? രേണുസുദിനെ ആയിരുന്നോ താങ്കളെ ആയിരുന്നോ ഇന്റർവ്യൂ ചെയ്ത ശാരികയായിരുന്നോ ഇന്റർവ്യൂവിന് ഇരുന്ന രേണുസുതിയായിരുന്നോ ആ ചാനൽ, ഇപ്പൊ താങ്കൾ പറയുന്ന ആ ചാനൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്? ഗസ്റ്റ് രേണുസുതി. ഞാൻ അവിടുത്തെ ഹോസ്റ്റ് അല്ലേ. ഗസ്റ്റിനെ എനിക്കൊരു ഗസ്റ്റിനെയും പേടിയില്ല. അതാണ് അവർ എന്നെ വിളിക്കുന്നത്. ധൈര്യപൂർവ്വം അവര് തരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രേണുസുതി ഒരാളും എന്നെ കടിക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യും. ഹോട്ട് സീറ്റ് കൊണ്ടിരിക്കും പ്രധാനമന്ത്രിയെ വരെ. പക്ഷെ ഇത് യഥാർത്ഥ ആ ഒരു ഷൗട്ട്നസ് വന്നിട്ടില്ലെങ്കിലും മോശം പറയാനില്ല. എഴുന്നേറ്റ് പോകാൻ തോന്നുന്നുണ്ടോ? ഇവിടുന്ന് ചാടി എഴുന്നേറ്റ് എനിക്കൊരു അടി നിന്നിട്ട് പോകാൻ തോന്നുന്നുണ്ടോ? പോകണ്ട. അപ്പം എന്താണെങ്കിലും ഒരു ഇന്റർവ്യൂർ ആണെന്ന് തെളിയിച്ചു, ഇപ്പോൾ ഒരു ആക്ട്രസ് ആണെന്ന് തെളിയിച്ചു, ഒരു ഗായികയും കൂടിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം അവസാനമായി നമുക്ക് ഒരു ഗാനം കൂടി ആലപിച്ച് നമുക്ക് ഈ അല്ലല്ല എന്താണെങ്കിലും ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണെങ്കിലും ഞാൻ കൂടിത്തരും. ഏത് പാട്ടാണെങ്കിലും കൂടിത്തരും. ആക്ട്രസ് ആണെന്നും ഇന്റർവ്യൂ മികച്ചൊരു ഇന്റർവ്യൂ ആണ് നമ്മൾ തെളിയിച്ച ഒരു ഡിബേറ്ററും കൂടിയാണ്. ഇപ്പം അതായത് ഒരു എന്താ പറയാ സകലകലാ വല്ലഭയാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. ഒരു പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് പാടി, എപ്പോഴും പാട്ടാ. 24/7 ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളാ. പാട്ടില്ലാത്ത ഒരിടത്തും ഇല്ല. ഞാൻ കിടന്നുറങ്ങുന്നു, എന്റെ മോള് കിടന്നുറങ്ങുന്നു പാട്ട്. ഈവൻ ബസ്സിലായാലും ട്രെയിനിലായാലും കാറിലായാലും പാട്ടില്ലാത്ത ഒരു പരിപാടി ഇല്ല എനിക്ക്. പക്ഷെ പാടാൻ അറിഞ്ഞുകൂടാ. പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാടാൻ കഴിവില്ല. ഒരു വരി പാടണം എന്താണെങ്കിലും, മികച്ചൊരു ഗാനം. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, ഏനുണ്ടോടി ആമ്പലച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. പക്ഷെ ഞങ്ങൾ എല്ലാം അറിഞ്ഞു, മൊത്തം വിശേഷങ്ങൾ അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അതുപോലെ തന്നെ ചന്തം ഉണ്ടാകട്ടെ ലൈഫിൽ, ജീവിതത്തിൽ ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇനി അത് പറഞ്ഞ പോലെ ബിഗ് ബോസിൽ എത്താൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നല്ലൊരു മറുപടി കൊടുത്തുകൊണ്ട് ഉന്നതങ്ങളിൽ ഇരുന്ന് അയാളെ തന്നെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതും ഒരുപാട് വേദനകൾ അനുഭവിച്ചത് കൊണ്ടാവാം ഇത്രയും പവർഫുള്ളായി സംസാരിക്കാനും ജനങ്ങളിടയിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ശക്തി കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇനിയും മികച്ച ഇന്റർവ്യൂകളും മികച്ചൊരു ആക്ട്രസ് ആണെന്നും കൂടി തെളിയിച്ചിട്ടുണ്ട്. സിനിമയിലൂടെയും സീരിയലിലൂടെയും എല്ലാ രീതിയിലും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.